ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും ഏറിയുയരുമ്പോൾ, ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും ഏറിയുയരുമ്പോൾ, എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുക്കുന്നു. എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുക്കുന്നു. വഴി നടത്തുന്നു, നിന്നെ വഴി നടത്തുന്നു. ഈ മരുയാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. ഈ മരുയാത്രയിൽ കാലടിയാകാതെ എന്നെ നടത്തുന്നു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പിയ ധ്യാനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും താൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം ഫിലിപ്പി വിശ്വാസികൾക്ക് ഒരു ആഹ്വാനം നൽകിയാണ്. ഫിലിപ്പി വിശ്വാസികളോട് ചെയ്യാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അതാണ് നാം 17-ാം വാക്യത്തിൽ കാണുന്നത്. ഇവിടെ പൗലോസ് ഒരു ചലഞ്ച് അഥവാ ഒരു വെല്ലുവിളി നടത്തുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പി. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളി. ഒന്ന്, അനുകരിക്കണം. രണ്ട്, കുറിക്കൊള്ളണം. ശ്രദ്ധിക്കണം. ഇത് ദൈവമക്കൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സാധിക്കുന്നതും അവർക്ക് മാത്രം സാധിക്കുന്നതുമായ ഒരു കാര്യമാണ് ഇവിടെ പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. പൗലോസ് പറയുകയാണ്, അവരെ വിശ്വാസത്തിലേക്ക് നടത്തിയ, ഫിലിപ്പിയിൽ സഭയിൽ ഉണ്ടാവാൻ മുഖാന്തരമായി തീർന്ന പൗലോസിന്റെ ജീവിതം പൗലോസ് വിശദീകരിച്ചതിന് ശേഷം പൗലോസ് പറയാണ്, എന്തിനാണ് ഞാൻ വിശദീകരിച്ചത്? എന്തിനാണ് ഞാൻ ജീവിച്ചത്? നിങ്ങൾക്കൊരു നല്ല മാതൃക കാണിക്കുവാനായിട്ട് ആണ്. പൗലോസ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് ക്രിസ്തുവിനെ അനുകരിക്കാനല്ല, തന്നെ അനുകരിക്കുവാനായിട്ടാണ്. എന്തുകൊണ്ടാണ് പൗലോസിന് അങ്ങനെ പറയാൻ കഴിയുക? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, താൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്. രണ്ട്, തൻ്റെ ജീവിതത്തിലൂടെ ആളുകൾക്ക് ക്രിസ്തുവിനെ അനുകരിക്കുവാനായിട്ട് മാതൃകയുണ്ട്. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരി ആയിരിക്കും. അപ്പോൾ പൗലോസ് ക്രിസ്തുവിനെ അനുകരിച്ചു. ആ മാതൃക ഫിലിപ്പി വിശ്വാസികളുടെ മുമ്പാകെ കാണിച്ചു. എന്നിട്ട് പൗലോസ് ഫിലിപ്പി വിശ്വാസികളോട് പറയുന്നു, തന്നെ അനുകരിക്കുക. പ്രിയ ദൈവമക്കളെ, നമ്മളെക്കുറിച്ചും ഇത് തന്നെയാണ് നാം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. നാം ക്രിസ്തുവിന്റെ അനുകാരികളായി ജീവിച്ച് ക്രിസ്തുവിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുമ്പോൾ നാം മാതൃകയായിട്ട് മാറുകയാണ്. നാം പലപ്പോഴും പറയാറുള്ളത് ഞങ്ങളെ നോക്കണ്ട, ക്രിസ്തുവിനെ നോക്കുവീൻ എന്നാണ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ക്രിസ്തുവിന്റെ മാതൃകയായിട്ട് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? നാം ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തുവിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുമ്പോൾ മറ്റുള്ളവർക്കും നമ്മുടെ ജീവിതത്തെ അനുകരിക്കുവാനും നമ്മളിലൂടെ ക്രിസ്തുവിനെ അനുകരിക്കുവാനും കഴിയും. കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു നല്ല മാതൃക കാണിച്ചു വെച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നുണ്ട്. അവൻ കഷ്ടം അനുഭവിച്ച് നാം പിന്തുടരുവാൻ നല്ലൊരു മാതൃക നമുക്ക് വെച്ചു പോയി. കർത്താവിന്റെ ഒരു മാതൃക കർത്താവ് സുവിശേഷങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ആ മാതൃക നാം പിന്തുടരുമ്പോൾ
കർത്താവിൻ്റെ ആ മാതൃക പിന്തുടരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മാതൃകയായിട്ട് മാറുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്, കാഴ്ചയാലല്ല. വിശ്വാസത്താൽ അത്രേ നടക്കുന്നതെന്ന് പൗലോസ് പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ. അപ്പോൾ വിശ്വാസത്തിന്റെ ഒരു വേലയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ, വിശ്വാസത്തിൽ അനുഗമിക്കുമ്പോൾ, ആ ക്രിസ്തുവിന്റെ വിശ്വാസത്തിലുള്ള അനുഗമനത്തിലൂടെ ക്രിസ്തുവിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുകയാണ്. അഥവാ മറ്റുള്ളവർക്ക് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ കാണുവാൻ കഴിയുന്നത് നിമിത്തം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ ആളുകൾ കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിലേക്ക് നോക്കണം എന്ന് ആളുകളോട് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മിലൂടെയാണ് ക്രിസ്തുവിലേക്ക് നോക്കേണ്ടത്. നമ്മളായിരിക്കണം ക്രിസ്തുവിന്റെ മാതൃകയായിട്ട് വെളിപ്പെടേണ്ടത്. പിതാവിനെ വെളിപ്പെടുത്തത് ക്രിസ്തു പിതാവിനെ അനുസരിച്ച് പിതാവിനെ തന്റെ പ്രവൃത്തിയിലൂടെയും ഒക്കെ വെളിപ്പെടുത്തിയാണ് പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഇന്ന് കർത്താവിനെ നമ്മൾ ലോകത്തിൽ വെളിപ്പെടുത്തുന്നത് ആ മാതൃക, അവിടുത്തെ വചനം അനുസരിച്ച് ആ മാതൃക പിൻപറ്റുമ്പോഴാണ്. ഇതിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്ത തലമുറ അവർ ക്രിസ്തുവിനെ കാണേണ്ടത് മുതിർന്നവരായ നമ്മളിലൂടെയാണ്. ആ നമ്മിലൂടെ ക്രിസ്തുവിനെ കണ്ടില്ലെങ്കിൽ നാം പറയുന്ന ക്രിസ്തുവിനെ അവർ എത്രത്തോളം ഉൾക്കൊള്ളും? നമ്മിലൂടെ ക്രിസ്തുവിനെ അവരെ കാണുകയാണെങ്കിൽ നാം പറയുന്ന ക്രിസ്തുവിന്റെ വചനങ്ങളും ക്രിസ്തുവിന്റെ ആലോചനകളും അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. ക്രിസ്തു നമ്മിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് നാം പറയുന്നതിൻ്റെ അകത്തൊന്നും വലിയ അർത്ഥം തലമുറകൾ കാണുന്നില്ല. അങ്ങനെ തെറ്റിപ്പോവാൻ ഇടയായിട്ടുണ്ട്. ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താത്ത നിമിത്തം ക്രിസ്തുവിനെ കാണാതെ പോകുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. അത് വളരെ ഗൗരവകരമായിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം എന്നുള്ളത് പൗലോസ് പറയുകയാണ്. ഇനി അടുത്തതായിട്ട് പൗലോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾ കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെ കുരുക്കൊള്ളുവിൻ. ഇവിടെ വലിയൊരു സത്യം പൗലോസ് പറയുന്നുണ്ട്. ഈ ക്രിസ്തുവിന്റെ മാതൃക പൗലോസിന്റെ ജീവിതത്തിൽ കണ്ട് അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ ആളുകളുണ്ട്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസിന്റെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെട്ടത് കണ്ടിട്ട് പൗലോസിന്റെ മാതൃക, ക്രിസ്തുവിന്റെ മാതൃക അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. പൗലോസിന് ആ കാര്യം ബോധ്യമുണ്ട്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ നോക്കിയേ, അവർ ഞങ്ങളിലൂടെ ക്രിസ്തുവിന്റെ മാതൃക കണ്ടു, അത് അവർ പിന്തുടരുകയാണ്. അവരുടെ ജീവിതവും മാതൃകയായിട്ട് നിൽക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം, അത് കുറിക്കൊള്ളണം എന്ന് ഇവിടെ പൗലോസ് ഉദ്ബോധിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, വരുന്ന തലമുറയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹവിശ്വാസികൾക്ക്, ബലഹീനരായ വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ സഹവിശ്വാസികളെ ആത്മീയമായ പൂർത്തിയിലേക്ക് നടത്തുവാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ക്രിസ്തുവിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. കർത്താവിനെ നാം അനുകരിച്ച് നമ്മൾ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്ന പോലെ മറ്റുള്ളവരും നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ അനുകരിപ്പാൻ ഇടയായിത്തീരുകയാണ്. മാത്രമല്ല പൗലോസ് തിമോത്തിയോസിനോടും അക്കാര്യം പറയുന്നുണ്ട്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ വാക്കില്, നടപ്പില്, സ്നേഹത്തില്, നിർമ്മലതയില്, വിശ്വാസത്തിലെല്ലാം വിശ്വാസികൾക്ക് തിമോത്തിയോസ് മാതൃകയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഏത് മാതൃകയാണ്? വാക്കിലും നടപ്പിലും സ്നേഹത്തിലും നിർമ്മലതയിലെല്ലാം ക്രിസ്തുവിന്റെ മാതൃക വെളിപ്പെടുത്തുവാൻ തിമോത്തിയോസിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ താനായിരിക്കുന്ന എഫേസോസിലെ വിശ്വാസികൾ തിമോത്തിയോസിലൂടെ ക്രിസ്തുവിന്റെ മാതൃക, എങ്ങനെയാണ് തിമോത്തിയോസ് ക്രിസ്തുവിന്റെ മാതൃക കണ്ടത്? അത് പൗലോസിലൂടെയാണ്. പൗലോസിന്റെ ശിഷ്യനാണല്ലോ തിമോത്തിയോസ്. ക്രിസ്തുയേശുവിന്റെ മാതൃക പൗലോസ് ജീവിതത്തിൽ തിമോത്തിയോസ് കണ്ടു. തിമോത്തിയോസിനോട് പറയാണ്, നീ ആ മാതൃക കുറിക്കൊള്ളുക, ആ മാതൃക പിന്തുടരുക. പ്രിയ മക്കളെ, മാതൃകയുള്ളവരായി മുന്നോട്ട് പോകാം. അങ്ങനെ വരുന്ന തലമുറയ്ക്ക് നല്ല മാതൃകളായി തീർന്ന് നമ്മുടെ ജീവിതം നാം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാലും പിന്നെയും നാം വെച്ചു പോയ മാതൃക പിന്തുടരുവാൻ
ആ മാതൃകയുടെ തലമുറ കൈമാറി മുന്നോട്ട് പോകുന്ന അനുഗ്രഹീത ജീവിതത്തിന് പങ്കാളികളായി മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ ആത്മാവനായി സഹായിക്കുമാറാകട്ടെ.